പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 28-ാം തീയതി ശനിയാഴ്ച. ദൈവത്തിന്റെ വലിയ കൃപയാൽ ഈ മാസത്തിന്റെ 4ാമത്തെയും അവസാനത്തെയും ശനിയാഴ്ചയിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല, ഒരാഴ്ച വട്ടം കൂടെ അതാദിനങ്ങളിൽ സുരക്ഷിതമായി സമാധാനത്തോടെ ആരോഗ്യത്തോടെ കാത്തു പരിപാലിച്ച സർവശക്തനായ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 81-ാം സങ്കീർത്തനം 10-ാം വാക്യം. സാംസ് 81 വേഴ്സ് 10 നാം ഇപ്രകാരം വായിക്കുന്നു: മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കും. ഏകദേശം 16 വാക്യങ്ങൾ അടങ്ങിയ 81-ാം സങ്കീർത്തനം നമുക്ക് വളരെ പരിചിതമാണ്. ആസാഫിന്റെ ഒരു ധന്യമായ സങ്കീർത്തനം. ഇസ്രായേൽ ജനം ദൈവത്തോട് അപേക്ഷിക്കേണ്ടതിന് പകരം ദൈവത്തോട് പിറുപിറുത്തതിന്റെ പരിണിത ഫലത്തെക്കുറിച്ച് ഈ സങ്കീർത്തനത്തിൽ വിവരിക്കുന്നു. മാത്രമല്ല, ദൈവത്തോട് അപേക്ഷിച്ചിരുന്നുവെങ്കിൽ, ദൈവത്തോട് അഭയാചന കഴിച്ചിരുന്നുവെങ്കിൽ ദൈവം എങ്ങനെ അവരെ നടത്തുമായിരുന്നു എന്നും ഈ സങ്കീർത്തനത്തിന്റെ അവസാന വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വചനം നമ്മോട് പറയുന്നു, ഇസ്രായേൽ ജനമേ, മിസ്രയീമിൽ നിന്ന്, അടിമത്വത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ഞാൻ നിങ്ങളുടെ ദൈവമാണ്. നിങ്ങളെ മിസ്രയീമ അടിമത്വത്തിൽ നിന്നും പുറത്തിറക്കിയത് ഞാനാണ്. ആ എന്നോട് നിങ്ങൾ ചോദിക്കുന്നതിന് പകരം നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തു, എനിക്കെതിരെ പിറുപിറുത്തു. എന്റെ ദാസനായ മോശയ്ക്കെതിരെ നിങ്ങൾ പിറുപിറുത്തു. നിങ്ങളുടെ വായ് വിസ്താരത്തിലൊന്ന് തുറക്കാൻ എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് ഇറങ്ങി ഇതാ ചെങ്കടലിന്റെ മുമ്പിൽ വന്നപ്പോൾ അവർ ഭയപ്പെട്ടു, ഭാരപ്പെട്ടു. മോശയ്ക്കും അഹ്റോനുമെതിരെ പിറുപിറുത്തു. അവരുടെ വിഷയം അവരുടെ വയറാണ്, ഇന്നിന്റെ നിലനിൽപ്പാണ്. ദൈവം അവരെ ഇറക്കിയത് അവരുടെ സ്വന്തം നാടായ കനാനിലേക്ക് കൊണ്ടുപോകാനാണ്. പക്ഷേ അവരുടെ വയറ് എപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക്, പിറുപിറുക്കുന്ന നിലയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വായ് വിസ്താരത്തിൽ നിന്ന് തുറക്കാൻ, നിനക്ക് വേണ്ടത് തരുവാൻ ഞാൻ മതിയായവനാണ്. നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ എനിക്കെതിരെ സംസാരിച്ചു, പിറുപിറുത്തു. നിങ്ങളെ നയിച്ച മോശയ്ക്കെതിരെ നിങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചു. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കാഠിന്യം അനുഭവിക്കുവാൻ തീരുമാനിപ്പിച്ചു. ആ നിലയിൽ 40 വർഷം 41 സ്ഥലങ്ങളിലായി കൂടാരമടിച്ച് അവർ ചുറ്റിത്തിരിയേണ്ടതായി വന്നു. ഇതാണ് ഇസ്രായേൽ ജനത്തിന് നേരിടേണ്ടി വന്ന അവസ്ഥ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ച് വേർതിരിച്ച് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ദൈവം എത്തിക്കുന്നിടത്ത് എത്തിക്കുവാൻ മതിയായവനും വിശ്വസ്തനുമാണ്. അതിനിടയിൽ പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, മുൻപിൽ ചെങ്കടൽ വരും, യെരിഹോ കോട്ട വരും, യോർദാൻ വരും. പക്ഷേ നമുക്ക് വിളിച്ചിറക്കിയ ഒരു ദൈവമുണ്ട്. നമ്മുടെ വായ
വിസ്താരത്തിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് വാവിട്ട് നിലവിളിച്ച് പറയുക. പിറുപിറുക്കാനും പിന്തിരിയുവാനും പിന്മാറിപ്പോകുവാനും അല്ല ദൈവം നമ്മളെ വിളിച്ചത്. മറിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവത്തെ അനുഗമിച്ച് ദൈവത്തോട് വാവിട്ട് നിലവിളിച്ച് പറയുമ്പോൾ നമ്മുടെ ആവശ്യം അറിഞ്ഞ് ഇടപെടുന്ന ഒരു ദൈവം. നമ്മൾ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോഴും അനേക സങ്കീർത്തന ഭാഗങ്ങളിലും ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ വസ്ത്രം പഴകാതെ, അവരുടെ ചെരുപ്പ് തേയാതെ, അവർക്ക് വേണ്ട ആഹാരങ്ങൾ അവരാഗ്രഹിച്ച സമയത്ത് ദൈവം കൊടുത്ത് അവരെ പരിപാലിച്ചു. എന്നിട്ടും അവർ ദൈവത്തോട് പിറുപിറുത്തുകൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടും ഇരുന്നു. അങ്ങനെയെങ്കിൽ ഈ ശനിയാഴ്ച രാവിലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ഈ ഇസ്രായേലിലെ പിതാക്കന്മാരെക്കാൾ എന്ത് വ്യത്യാസമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്? ഇന്ന് 2024 സെപ്റ്റംബർ 28, 27 വരെ എല്ലാ നന്മകളും അനുഭവിച്ചിട്ട് ഈ 28-ാം തീയതി നമ്മൾ പ്രതീക്ഷിച്ച, നമ്മൾ കാത്തിരുന്ന ഒരു ചെറിയ കാര്യം ദൈവം ഡിലേ ആക്കി തന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ച സമയത്തും പ്രതീക്ഷിച്ചത് പോലെയും ദൈവം അനുവദിച്ചില്ല. നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? നമ്മുടെ ആത്മീയതയുടെ അളവുകോൽ എങ്ങനെയാണ്? ഇന്ന് പകൽ ചിന്തിക്കണം. ദൈവമക്കളെ, പിറുപിറുക്കുകയും പിന്തിരിയുകയും ചെയ്യുക അല്ല വേണ്ടത്. ദൈവത്തോട് മുട്ടിപ്പായി പറയുക, അപ്പാ അവിടുന്ന് എന്നെ വിളിച്ചിറക്കി, എത്തിക്കുവാൻ അവിടുന്ന് മതിയായവനാണ്, വിശ്വസ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു. അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അങ്ങനെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഈ സങ്കീർത്തനത്തിന്റെ അവസാന വാക്യങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പിറുപിറുക്കുന്നതിന് പകരം, ചോദ്യം ചെയ്യുന്നതിന് പകരം സ്തോത്രം പറയുവാൻ നമുക്ക് ശീലിക്കാം. നമുക്ക് പലപ്പോഴും പറ്റാത്തതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതായി ആസാഫ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ പറയുന്നു, മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച ദൈവം ഞാനാണ്. നിങ്ങൾക്ക് എന്ത്, എപ്പോൾ, എവിടെ ആവശ്യമെന്ന് എനിക്കറിയാം. ഞാനത് തരുവാൻ മതിയാവനാ. നിങ്ങളുടെ വായ വിസ്താരത്തിൽ തുറക്കുക, ഞാനതിനെ നിറയ്ക്കുവാൻ മതിയായവനാണ്. ഇന്ന് വിവിധ വിഷയത്താൽ വ്യാകുലപ്പെട്ട് മനംനൊന്ത് ഭാരപ്പെട്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുവോ? ദൈവമക്കളെ, നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവത്തിന് അറിയാം എപ്പോൾ എന്താണ് ആവശ്യമെന്ന്. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ അവർ ഒരു മാറ കണ്ടെത്തിയെങ്കിൽ മാറായെ മധുരമാക്കുവാനുള്ള കൊമ്പ് എന്റെ തമ്പുരാൻ അപ്പുറത്ത് കരുതിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ വേദനയിൽ കൂടെ കടന്നു പോകുന്നു സഹോദര സഹോദരി, ആ വേദന മാറ്റാനുള്ളത് എന്റെ തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് നിങ്ങളിൽ എത്തിച്ചേരും. മകനെ കുറിച്ചോ, മകളെ കുറിച്ചോ, ജോലിയെ കുറിച്ചോ, ആരോഗ്യത്തെ കുറിച്ചോ, കടബാധ്യതയെ കുറിച്ചോ, നിയമപ്രശ്നത്തെ കുറിച്ചോ ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവോ? നിങ്ങൾ ദൈവ ശബ്ദം കേട്ട് ദൈവവചനം അനുസരിച്ച് ഇറങ്ങി തിരിച്ചൊരു വിശ്വാസിയാണോ? നിങ്ങളുടെ വായി വിസ്താരത്തിൽ ദൈവത്തിന്റെ മുമ്പിൽ തുറക്ക. ദൈവം വേണ്ടത് വേണ്ട സമയത്ത് തരും. വചനം നമ്മെ പഠിപ്പിക്കുന്നു, കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം നിശ്ചയമായും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാതാവേ പിതാവേ, നിങ്ങൾക്ക് വേണ്ടി തരുവാൻ ദൈവം മതിയായവനാ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവില്ലാതെ
പോറ്റി പുലർത്തുന്ന ഏലിയാവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു. ചെയ്യേണ്ടത് പിറുപിറുക്കുകയല്ല, ചോദ്യം ചെയ്യുകയല്ല, പിന്മാറുകയല്ല. ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കി, എന്റെ അപ്പ, ഞാൻ അങ്ങയെ നോക്കി വിളിച്ചിറങ്ങി. എനിക്കിനി ഒരു മനുഷ്യന് മുമ്പിൽ കൈനീട്ടാൻ പറ്റുകയില്ല, ഒരു മനുഷ്യനോട് ചോദിക്കാൻ പറ്റുകയില്ല. എന്റെ കുടുംബത്തിന്റെ അവസ്ഥ, എന്റെ മക്കളുടെ അവസ്ഥ, എന്റെ ആരോഗ്യാവസ്ഥ, എന്റെ നിയമാവസ്ഥ, എന്റെ സാമ്പത്തിക അവസ്ഥ, എന്റെ ഇന്നിന്റെ നിലനിൽപ്പിന്റെ അവസ്ഥ, വിദൂരത്തായിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾ, വിവാഹപ്രായമെത്തിയ എന്റെ മക്കൾ, ഈ വിഷയത്തിന്മേൽ അവിടുന്ന് ഇടപെടണം. നിശ്ചയമായും നമ്മളെ നിറയ്ക്കുവാൻ തമ്പുരാന്റെ മക്കൾ സകലവുമുണ്ട്. ആ ദൈവം നിശ്ചയമായും നമുക്ക് വേണ്ടത് നൽകും. ആകയാൽ ഈ ഒരു വലിയ വിശ്വാസത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ദിനം അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ ഓരോരുത്തരെയും നിറച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. അതിനായി ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം നമ്മുടെ വായ് വിസ്താരത്തിൽ തുറക്കുക, ദൈവത്തോട് അപേക്ഷിക്കുക, ദൈവസ്ഥനിൽ മുഴങ്കാലം മുടക്കുക. വേണ്ടത് നൽകുവാൻ, നിറയ്ക്കുവാൻ തമ്പുരാൻ മതിയായവനാണ്. ആ ദൈവം എല്ലാ നിലയിലും എന്നെ നിങ്ങളെ അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ നടത്തട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോട് സ്തോത്രം. ഒരാഴ്ച വട്ടം കൊണ്ട് അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ചല്ലോ, നടത്തിയല്ലോ. മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ച ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥ വ്യക്തമായും കൃത്യമായും അറിയാവുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ പിറുപിറുക്കാതെ, പഴി പറയാതെ, പിന്തിരിഞ്ഞു പോകാതെ ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അറിയിക്കുമ്പോൾ ഞങ്ങളെ പരിപൂർണമായി നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആസാഫിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ജീവിതത്തിന്റെ ഭാരങ്ങളും വേദനകളും സങ്കടങ്ങളുമായി ഇതാ അപ്പ ഞങ്ങൾ അടുത്തു വരുന്നു. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും നന്മയുടെയും ദിനമാക്കണം. വചനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ചതിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും കരുതുവാൻ, നിറയ്ക്കുവാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ച് ഉറച്ച് വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിശ്ചയമായും നമുക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്തിൽ, ആവശ്യമുള്ള അളവിൽ കൃത്യമായി തരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം ഇന്ന് പകൽ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിച്ച് ദൈവകൃപയാൽ നിറയ്ക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.